ഉപ്പുവെള്ളം കലർന്ന് ഓക്സിജന്റെ അളവ് കുറഞ്ഞതിനാലാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് എന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വാദം തള്ളി പരിസ്ഥിതി പ്രവർത്തകർ. പുഴയിലെ അമോണിക് നൈട്രജന്റെ സാന്നിധ്യമാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്നും ഷട്ടർ തുറക്കുന്നതിന് മുൻപേ മത്സ്യങ്ങൾ ചത്തു തുടങ്ങിയതും പരിസ്ഥിതി പ്രവർത്തകരും പ്രദേശവാസികളും ആരോപിക്കുന്നു. ജില്ലാ കലക്ടറെ തെറ്റിദ്ധരിപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. പെരിയാറിൽ രാസമാലിന്യം കലർന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് ചില അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു വിലയിരുത്തൽ അനുമാനമൊക്കെ പങ്കുവച്ചിരുന്നു. പക്ഷേ അത് തള്ളുകയാണ് പരിസ്ഥിതി പ്രവർത്തകരും അതോടൊപ്പം തന്നെ പെരിയാർ സംരക്ഷണ സമിതിയുമൊക്കെ. ഈ വാദം എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ അസംബന്ധമാണെന്ന് പറയുന്നത്? കാരണം മലിനീകരണ നിയന്ത്രണ ബോർഡ് എന്നും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പെരിയാറിൽ നിറം മാറ്റം ഉണ്ടായി നല്ലോണം ചുവന്ന് കലങ്ങി ഒഴുകുമ്പോൾ ഇവർ പറയാ അടിത്തട്ടിലെ ഇളക്കം കൊണ്ടാണ് പെരിയാറ് ചുവന്നൊഴുകണേന്നാണ്. അല്ലാണ്ട് കമ്പനിയിൽ നിന്ന് രാസമാലിന്യങ്ങൾ വിട്ടല്ല ഒഴുകുന്നത്, പെരിയാറിന്റെ അടിത്തട്ടിലെ ഇളക്കങ്ങൾ കൊണ്ടാണ് പെരിയാറ് ചുവന്നൊഴുകണേന്നാണ് ഇവരുടെ അഭിപ്രായം. അതുപോലെ തന്നെ മത്സ്യക്കുരുതി ഉണ്ടാകുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഇത് ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്കറിയാം ഏത് ജീവികളും ഓക്സിജൻ ഇല്ലെങ്കിൽ ചത്തുപോകും. പക്ഷേ എന്തുകൊണ്ടാണ് ഓക്സിജൻ ഇല്ലാത്ത എന്ന് ഉള്ള ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഓക്സിജൻ പെരിയാറിൽ ഇല്ലാതെ ആകുന്നത് എന്നുള്ള ചോദ്യത്തിന് അവർക്ക് ഉത്തരവില്ലാണ്ടല്ല, അത് അവർ പറയില്ല. കാരണം ഈ വിവിധ കമ്പനികളെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവർ അങ്ങനെ ഉത്തരം പറയാത്തത്. അപ്പോൾ ആ രീതിയിലാണ് ഇവരുടെ ആസൂത്രണം എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, അവർ ബണ്ട് തുറന്നതോടുകൂടി ഉപ്പുവെള്ളവും ശുദ്ധജലവും തമ്മിൽ മിക്സ് ചെയ്തപ്പോൾ ഓക്സിജന്റെ അളവ് കുറയുകയും മീനുകൾ ചത്തുപൊങ്ങിയെന്നാണ് പ്രാഥമിക അനുമാനം എന്ന് പറയുന്നത്. അത് നിങ്ങൾ അതിനകത്ത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. സാമാന്യ യുക്തിക്ക്, അതായത് അരിയാഹാരം കഴിയുന്ന ഒരു മനുഷ്യന്റെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ഒരു വാദമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇന്നലെ കളക്ടറുടെ മുമ്പിൽ വെച്ച്. കളക്ടർ അടക്കമുള്ള ഏറ്റവും ഉന്നതരായിട്ടുള്ള ആളുകൾ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കളക്ടർക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ സാധാരണ കെമിസ്ട്രി മുതൽ അങ്ങേറ്റം വരെയും പഠിച്ചിട്ടുണ്ടാവും, കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സാമാന്യ യുക്തിയുള്ള ഒരാളായിരിക്കണം കളക്ടർ. ഈ കളക്ടറോടാണ് പറയുന്നത് താഴെ തട്ടിലെ ഉപ്പുവെള്ളവും മുകളിൽ തട്ടിലെ നല്ല വെള്ളവും ചേർന്നപ്പോൾ ഉണ്ടായ അവസ്ഥയിലാണ് ഓക്സിജൻ ഡിപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ താഴെ മുകൾ തട്ടിലുള്ള മത്സ്യങ്ങൾ എന്തുകൊണ്ട് ചത്തില്ല? ഇത് കൂടുതലായിട്ട് ഇപ്പം ഈ വെള്ളം അങ്ങോട്ട് കലർന്നപ്പോഴാണല്ലോ ഇത് ചാവുന്നത്. അപ്പോൾ ഈ ബണ്ടിനോട് ചേർന്ന് കമ്പനികൾ ഒഴുക്കിയിട്ടുള്ള രാസവിഷങ്ങൾ കുന്നുകൂടി കിടന്ന് ആ മേഖലയിലുള്ള, അതായത് ഇവിടെ നിന്ന് ഒരു 500 മീറ്റർ മുകളിലുള്ള മത്സ്യങ്ങളാണ് ഇങ്ങനെ ചത്തുപൊങ്ങുന്നത്. അങ്ങനെ ആലുവയിലൊക്കെ ചാവണമല്ലോ, എല്ലായിടത്തും ഈ മത്സ്യങ്ങളുടെ ഇതുകൊണ്ട് ചാവണം. ഇങ്ങനെ ഉപ്പുവെള്ളം കയറി ഇതൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ചാകണം. പക്ഷേ വേറെ എങ്ങും ചാകുന്നില്ല. പെരിയാറിന്റെ ഈ പാതാളം സ്ട്രെച്ചിൽ മാത്രം ഇത്രയധികം മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഒരു കാരണവശാലും ഇത് ശാസ്ത്രീയമല്ല എന്നുള്ളതാണ്. കാരണം ഉപ്പുവെള്ളവും നല്ല വെള്ളവും കലർന്നാൽ ഓക്സിജന്റെ അളവ് കൂടുകയാണ് ചെയ്യുക, കുറയില്ല. കാരണം നല്ല വെള്ളം ലയിക്കുമ്പോൾ ഓക്സിജന്റെ അളവ് കൂടി മത്സ്യങ്ങൾക്ക് സർവൈവിങ് കപ്പാസിറ്റി കൂടുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ചത് ഓക്സിജൻ ഡിപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഓക്സിജൻ ഡിപ്ലീറ്റ് ചെയ്യാനായിട്ട് അമോണിയ പോലുള്ള സംഭവങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടാവും, കൊടും രാസവിഷങ്ങൾ വന്നിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ ലെതർ കമ്പനികളടക്കം അല്ലെങ്കിൽ റബ്ബർ കമ്പനികളിലടക്കമുള്ള കമ്പനികളിൽ നിന്ന് മാലിന്യം തള്ളിയത് ഇന്നലെ നമ്മുടെ പ്രവർത്തകർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പോയി പറഞ്ഞിട്ടുള്ളതാണ്. ആ കാര്യം അന്വേഷിക്കാതെ കളക്ടറോട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇത്തരമൊരു മറുപടി കൊടുത്ത പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ അന്വേഷണ വിധേയമായി ഉടനടി സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും കർശനമായ നടപടികൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉദ്യോഗസ്ഥർക്കെതിരെ വേണം. ജില്ലാ കളക്ടറെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒപ്പം തന്നെ അസംബന്ധമായ കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നൽകുന്ന വിശദീകരണമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിസ്ഥിതി പ്രവർത്തകർ പങ്കുവെക്കുന്നത്. ക്യാമറ പേഴ്സൺ രാജീവിനൊപ്പം അഹമ്മദ് മുസ്തഫ, മീഡിയ 1, കൊച്ചി.